Good morning, all. Good morning, Miss. Good morning. Tiger പറഞ്ഞോ കേട്ടോ. Tiger? മാം ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ പാടാം മാം. ഓക്കെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിന്മനോജ്ഞരൂപമെന്റെ മുൻപിലൊന്നു കാണണം. നിന്മനോജ്ഞരൂപമെന്റെ മുൻപിലൊന്നു കാണണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Sign in for the Ranjini, sign in the class. I would like to welcome Ma'am Aparna Ma'am on the class and my dear friends. Good morning to you all. Thank you. I invite Sindhu to today's talk. Good morning, all. If you fail, never give up because fail means first attempt in learning. APJ Abdul Kalam. Okay, thank you. I invite Tina to today's news headlines. Good morning, all. Today's news. Iran-Israel war. US issues 30-day waiver to allow India to purchase Russian oil amid West Asian supply woes. Air Force's Sukhoi Su-30 that went missing crashes in Assam. US-Israel versus Iran conflict turns regional war on day 6. West Bengal Governor C.V. Ananda Bose resigns ahead of assembly polls. Thank you. That's all for today's news. Good morning, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കേസ് തന്നെയല്ലേ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ. അല്ലേ? എവിടെ വരെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സെമിനാർ ഒക്കെ കഴിഞ്ഞ് റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞു. ഓർമ്മയുണ്ടോ? റോൾ ഓഫ് ഇമോഷൻസും ആൻഡ് അഫെക്ഷനും പറഞ്ഞു. നമ്മളിനി എടുക്കാൻ പോകുന്നത് ഹ്യൂമർ ആണ് അല്ലെ? ആണോ പ്രസന്റ് ചെയ്യാനുള്ളത്? ഏതാണ് ആക്ടിവിറ്റി? ബട്ടൺ ഫ്രെയിം ബട്ടൺ ഫ്രെയിം ലാസ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അല്ലെ? ഓക്കെ, ചെയ്തൊരു പേര് അയക്കാട്ടാ. ചെയ്തൊരു പേര് മെൻഷൻ ചെയ്യാണെങ്കിൽ ആ ഓർഡറിൽ വയ്ക്കാം. സൽമ,
ബാക്കി നമ്മളെ കാണാൻ പറ്റുന്നില്ല മാം. ഞാൻ ഫ്രണ്ട് വെച്ച് കാണിച്ചാൽ മതിയോ? മതി. കാണാൻ പറ്റുന്നുണ്ടോ? ഹെൽത്തി ഹാബിറ്റ്സ് അല്ലേ? ഓക്കെ, ഇവിടെ കാണാം. ബട്ടൺ ഫ്രെയിം ഓക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മാം. ഓക്കെ, എല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ കുഴപ്പമില്ലെങ്കിൽ ഒരു ഫ്രണ്ട് ക്യാമറ വെച്ചുകൊണ്ട് പ്രസന്റ് ചെയ്തോളാം. കാണാം. ഹാബിറ്റ്സ് അല്ലേ? ബട്ടൺ ഫ്രെയിം. ഓക്കെ. ഇത് ഫ്രെയിം ഫോട്ടോ ഫ്രെയിമിന്റെയാണ്. ഫ്രെയിം മേടിച്ച അതില് ഓക്കെ, കുഴപ്പമില്ല. നന്നായിട്ടുണ്ട് കേട്ടോ. ശരി. രഞ്ജിനി അനിൽകുമാർ. പ്രസന്റ് ചെയ്തോടാ. ബാക്ക് ക്യാമറ കാണുന്നില്ലെങ്കിലേ ഫ്രണ്ട് ക്യാമറ പ്രസന്റ് ചെയ്തോട്ടോ. കാണാമോ? ഓക്കെ. ഓക്കെ മാം. ബാക്കിയുള്ളവർക്ക് പ്രസന്റ് ചെയ്യുകയാണോ? മാം ഞാൻ കാണിച്ചിട്ടില്ല. ഗ്ലാഡിസ് കുറച്ച് ദിവസമായിരുന്നു ക്ലാസ്സിൽ കണ്ടിട്ട്. അതെ മാം, ഇവിടെ എല്ലാവർക്കും വയ്യായികയൊക്കെ ആയിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്നലെ പിന്നെയും ഹസ്ബൻഡിന് വയ്യായിരുന്നു, ഫിക്സ് വന്നു, പനിയായിരുന്നു. അപ്പം പനിയുണ്ടോ? ആൾക്ക് ഓൾറെഡി ഫിക്സ് ഉള്ളതാ. അപ്പം പനിയും കൂടെ ആയപ്പോഴത്തേക്കും പിന്നെയും ഫിക്സ് വന്നു ആൾക്ക്. ഞാൻ ഈ ബട്ടൺ ഫ്രെയിം മാത്രമേ ചെയ്തിട്ടുള്ളൂ മാം. അപ്പം അതൊക്കെ സബ്മിറ്റ് ചെയ്തോട്ടെ. പ്രസന്റ് ചെയ്തോട്ടോ. ഫോൺ സെറ്റ് വെച്ചിട്ടേ ഫ്രണ്ടിലിട്ട് കാണിച്ചാലും മതി. ഫ്രണ്ട് ക്യാമറ വെച്ച് പ്രസന്റ് ചെയ്തോ. നിങ്ങളുടെ ബാക്ക് ക്യാമറയുടെ ഓപ്ഷൻ മാറി കിടക്കാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ. ഓക്കെ മാം, കാണാമോ? കാണാട്ടോ. ലാർജ് ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മാം. ഓക്കെ മാം, താങ്ക് യു മാം. യോനിഷ. യെസ് മാം, ഞാൻ കാണിക്കാവേ. കാണാമോ മാം? ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കാണാനായിട്ടുണ്ട്. കാണാം മാം. കാണാം. അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാ. ആണോ? ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തല്ലേ? ഉള്ളിലേക്ക് ചെയ്തു മാം. നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. അനു. അനു കേൾക്കാൻ പറ്റുന്നുണ്ടാടാ? കേക്കാം മാം. കാണുന്നുണ്ടോ? ഹെൽത്തി ഹാബിറ്റ്സ് കാണാടാ. സെയിം ആണ്. ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. സിന്ധു. ഓക്കേടാ. ഫ്രെയിമാണ്. യൂണിഫോം ആണെന്ന് തോന്നുന്നു കുട്ടിയുടെ. യൂണിഫോം മോഡൽ ഷർട്ടാണത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ.
അപ്പൊ നിങ്ങളോട് ഒരു ഫ്രെയിം ചെയ്യാനല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? വേറെ ഫ്രെയിമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോ? ഓക്കെ, ഞാൻ ഈ ബാക്കിയുള്ള ഫ്രെയിംസിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഏതൊക്കെയാണ് ബാക്കിയുള്ള ഫ്രെയിംസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള ഒരു 5 ഫ്രെയിം മാത്രം ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ 5 ഇഷ്ടമുള്ള 5 ഫ്രെയിമേ ചെയ്താൽ മതി. എല്ലാവരും ചെയ്യണമെന്നില്ല, 5 ചെയ്താൽ മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തോക്കാം. അപ്പൊ ചിലവർക്ക് ഞാൻ പറയുന്ന എല്ലാവരും കിട്ടണമെന്നില്ല, ചിലവർക്ക് കിട്ടാൻ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ പറയാൻ പോകുന്നത് വെൽക്രോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? വെൽക്രോ ഉണ്ടോ? ഈ സംഭവം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, അവൈലബിൾ ആണ്, വീട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മള് ക്ലോത്തിന്റെ ഒക്കെ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രെയിമാണിത്. കണ്ടോ? എന്താന്ന് മനസ്സിലായോ? ഇത് വെൽക്രോ എവിടെ കാണാറ്? ഷൂവുകളിൽ ഉണ്ടാകും, പിന്നെ ചില ബാഗുകൾ. ബാഗുകളില്. അപ്പൊ വെൽക്രോ വാങ്ങിക്കാൻ കിട്ടും, അധികം പൈസ ഒന്നുമില്ല. ഒരു 1/2 മീറ്ററോ 1 മീറ്ററോ വാങ്ങിച്ചാൽ മതി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെൽക്രോ വാങ്ങിക്കാം, ഫ്രെയിം ചെയ്ത പോലെ തന്നെ ചെയ്യാം. മിസ്, ഈ ബട്ടന് പകരം അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണോ? ഈ വെൽക്രോ ഒട്ടിക്കണം. ഓക്കെ ആണോ? ആദ്യത്തെയാണ് വെൽക്രോ. ഈ നെക്സ്റ്റ് ആണ് ഹുക്ക് ഫ്രെയിം കണ്ടിട്ടുണ്ടോ? ഹുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഹുക്ക് തയ്ക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാ? നമ്മളുടെ കുട്ടികളുടെ ഒക്കെ സ്കേർട്ടിലൊക്കെ ഉള്ള ഹുക്ക് അല്ലേ? കണ്ടിട്ടുണ്ടോ? ആൺകുട്ടികളുടെ പാന്റില് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ സ്കേർട്ടിലൊക്കെ വരുന്ന ഹുക്കാണ്. പട്ടുപാവാടയ്ക്കൊക്കെ പിടിപ്പിക്കുന്ന പട്ടുപാവാടയ്ക്ക് വരുന്നത് ഐ ഹുക്ക് അല്ലേ മാം? തയ്ക്കോ? യെസ് മാം, തയ്ക്കും. ഓക്കെ, അപ്പോ ഇതാണ് ഹുക്ക്. ഹുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റോ? ഒരു 4 പീസ് വാങ്ങിച്ചാൽ മതി, ചെയ്യാലോ? അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ അവൈലബിൾ ആയിട്ട് നോക്കി ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഹുക്ക് ഫ്രെയിം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ലേസ് ഫ്രെയിം. ലേസ് ഫ്രെയിം കമ്പൽസറി ആണ്, എല്ലാവരും ചെയ്യണേ. ലേസ് എവിടെ സാധാരണ നമ്മൾ കാണാറ്? ഷൂവിലല്ലേ? ഷൂവിലല്ലേ കാണാം. ലേസ് ഫ്രെയിം ഇങ്ങനെ ചെയ്യാം. ചില കുട്ടികൾ ഷൂവിന്റെ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഹോൾ ഇടും, എന്നിട്ട് ഷൂ ലേസ് ചെയ്യും. അങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത് എങ്ങനെയാന്ന്? കാർഡ്ബോർഡ് കട്ട് ചെയ്യുന്നത് ഷൂ ആണെന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും, എന്നിട്ട് ഹോൾ ഇടും, 2 സൈഡിൽ ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഒരു ലേസ് കടത്തി വിടും. അപ്പൊ അത് എന്താണ്? ലേസ് ഫ്രെയിം ആവും. ഓക്കെ, അങ്ങനെയും കുട്ടികൾ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളുടേതായ ക്രിയേറ്റീവ് ഐഡിയാസ് ചെയ്തോ. മിസ്, ലേസ് ഫ്രെയിമിന്റെ ക്ലോത്ത് എന്ത് ക്ലോത്ത് മിസ്? സാധാ കോട്ടൺ ക്ലോത്ത് ആയാലും മതിയോ? അതായാലും മതി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കാർഡ്ബോർഡിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് വേറെ ലേസ് ഫ്രെയിം ആണ്, കണ്ടോ? മോഡലൊന്നും കാണിച്ചില്ല, വെറുതെ ക്ലോത്തിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ മോഡിസോറിൽ ക്ലോത്തിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷൂവിന്റെ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഷൂവിന്റെ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്ത് കളർ ചെയ്ത് ഒരു കറക്റ്റ് ഷൂ പോലെ നമുക്ക് കാണുമ്പോൾ തോന്നണം. അതിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഷൂ ആണെന്ന് തോന്നണം. അതിലൂടെ ഹോളുകൾ ഇടാം, കറക്റ്റ് ആയിട്ട് ലേസ് ചെയ്യാം. ലേസ് ഇടാൻ പറ്റുന്ന രീതിയിൽ ഹോളുകൾ ഇടാം, ലേസ് ഫ്രെയിം ചെയ്യാം. ഓക്കെ,
അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കുമോ മാക്സിമം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളത്? ഷൂ എന്നുള്ളൊരു കൺസെപ്റ്റ് കുട്ടികൾ ഷൂ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഷൂ ആണെന്ന് തോന്നണം. ഓക്കെ, അപ്പൊ ഫ്രെയിം വേണ്ടേ മാം? അതൊരു ഫ്രെയിം വേണ്ടടാ. അപ്പൊ നമുക്ക് ഫ്രെയിം മാക്സിമം കുറയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂ പോലെ കട്ട് ചെയ്തെടുക്കാലോ. കാർഡ്ബോർഡ് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ആ ഒരു ടൈപ്പ് കട്ട് ചെയ്തിട്ട് നല്ല അത്യാവശ്യം കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാല് കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആവട്ടെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഷൂ ലേസ് ഫ്രെയിം സെറ്റ് ചെയ്യാം. ഓക്കെ, ലേസ് ഫ്രെയിം കമ്പൽസറി ആണ് കേട്ടോ. ബട്ടൺ ഫ്രെയിം പോലെ തന്നെ നിർബന്ധമായിട്ടില്ല. ലേസ് ഒരു ഷൂ ലേസിന്റെ ഒരു ലേസ് കിട്ടാനായിട്ട് ഈസി അല്ല എല്ലാവർക്കും. ആൺകുട്ടികളുള്ള അമ്മമാരോട് ചോദിച്ചാൽ മതി, എന്തോരാ അല്ലെ. അപ്പൊ ഷൂവിന്റെ തന്നെ ലേസ് ആവണമെന്നില്ല. ഈ നമ്മള് നിക്കറൊക്കെ വാങ്ങിക്കുമ്പോ നമുക്കൊരു ചെറിയൊരു ലേസ് പോലത്തെ ഒരു സംഭവം വരില്ലേ? ഇല്ല, ഇപ്പൊ നമ്മള് കുഞ്ഞു കുട്ടികളുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വരും. അപ്പൊ അതായാലും നമുക്ക് എടുക്കാം കേട്ടോ. ഷൂ ലേസ് പോലെ യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൂ കേട്ടോ. നല്ല ഷൂവിന്റെ ലേസ് ഒന്നും എടുക്കണ്ട കേട്ടോ. ഇനി ഫിറ്റ് ഫ്രെയിം നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒന്നാ ഫിറ്റ് ഫ്രെയിം അല്ലെ. ഇതൊരു ഫിറ്റ് ഫ്രെയിം ആണ് കേട്ടോ. ഫ്രെയിം ആണ്. ഓക്കെ, മനസ്സിലായോ? ഫിറ്റ് ഫ്രെയിം ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് എന്താ പറഞ്ഞത്? വെൽക്രോ പറഞ്ഞു, വെൽക്രോ പറഞ്ഞു, ദെൻ ഹുക്ക് പറഞ്ഞു, ലേസ് പറഞ്ഞു, സിബ് പറഞ്ഞു. ഓക്കെ, ഇനി ബക്കിൾ കേട്ടോ. ബക്കിൾ കേട്ടോ, BUCKLE ബക്കിൾ ഫ്രെയിം. ഇത് കാണുന്നില്ല, ബെൽറ്റ് ഫ്രെയിം ആണ് കേട്ടോ. സോറി, നോക്കട്ടെ ബക്കിള്. അല്ലെങ്കിൽ ബക്കിള് ഇതല്ലേ കേട്ടോ, ബക്കിൾ ഇതാണ്. ഇതെവിടെ കണ്ടിട്ടുള്ള ഈ ഒരു സാധനം? ബാഗിലൊക്കെ ഈ ബാഗുകളിലൊക്കെ കാണാം. അത് വെച്ചാല് എല്ലാ ബാഗുകളിലും കാണാം. പഴയ ബാഗൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ബക്കിള് അതിൽ നിന്ന് എടുത്തിട്ട് ബക്കിൾ ഫ്രെയിം ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് ചിലപ്പോ ഒരു ബക്കിളേ കിട്ടുള്ളൂ, ഒരു സെറ്റ് ഓഫ് ബക്കിളേ കിട്ടുള്ളൂ. അപ്പൊ ഒരു സെറ്റ് വെച്ച് തന്നെ ചെയ്തോ. ഓക്കെ, ഈ കൂടുതൽ ഇപ്പൊ ഇവര് ചെയ്തിരിക്കുന്ന 4 നമുക്ക് അത്ര വേണ്ട, ഒരെണ്ണം മതി, ഒരു സെറ്റ് മതി. നമുക്ക് കുട്ടികളെ ആ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കണം എന്നല്ലേ ഉള്ളൂ. ഓക്കെ, ബക്കിൾ കേട്ടാ. ഇത് ബക്കിൾ ഫ്രെയിം ആണ്. ഓക്കെ അല്ലേ? ബക്കിൾ ഫ്രെയിം ക്ലിയർ അല്ലേ? അടുത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രെയിം ആണ്. ഇത് എവിടെ കണ്ടിട്ടുള്ളത്? ഇത് ബെൽറ്റ് ഫ്രെയിം ആണ് കേട്ടോ. സ്ട്രാപ്പ്, വാച്ചിന്റെ സ്ട്രാപ്പ് അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് വരുന്നത് അല്ലെ. ഓക്കെ, വീട്ടിൽ പഴയ ബെൽറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളവർ ആ ബെൽറ്റ്, ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ടുള്ള ബെൽറ്റ് ആണെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം മതി. അപ്പൊ അത് മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഫ്രെയിം ചെയ്യാം. അല്ല അവൈലബിൾ അല്ലെങ്കിൽ ചിലപ്പോ കുഞ്ഞു കുട്ടികളുടെ ഒക്കെ അടുത്ത് വാച്ച് ഉണ്ടാവില്ലേ, നമ്മൾ ഈ കളറൊക്കെ ചേഞ്ച് ചെയ്തിരുന്ന പഴയ പണ്ടൊക്കെ കിട്ടിയിരുന്നു. ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടാ. പല കളറിലെ വാച്ച് കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്നും ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് എല്ലാം കൊടുക്കാൻ പോകും. അതിൽ ബെൽറ്റ് ഫ്രെയിം ചെയ്തു. ബെൽറ്റ് ഫ്രെയിം കമ്പൽസറി ആണോ? ബെൽറ്റ് അല്ല ഫ്രെയിം കമ്പൽസറി അല്ല. ലേസ് ഫ്രെയിം ആണ് കമ്പൽസറി. ബട്ടണിങ് ഫ്രെയിമും ലേസ് ഫ്രെയിമും കമ്പൽസറി ആണ്. ബെൽറ്റ് ഫ്രെയിം ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ബെൽറ്റ് ഫ്രെയിം വേണമെങ്കിൽ ബെൽറ്റ്
സോറി ട്ടാ. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നേ. മിസ്സേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രെയിം ഏതാന്നാ പറഞ്ഞ മിസ്സേ? എടാ ബട്ടണിങ് ഫ്രെയിമും ലേസ് ഫ്രെയിമും. ബാക്കി നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, ബാക്കി ഇഷ്ടമുള്ള 3 ചെയ്യാം. നമ്മൾ എത്ര പറഞ്ഞു? ബട്ടൺ ഫ്രെയിം അടക്കം 7. 7. ഇനി പ്രസ് ബട്ടൺ കേട്ടിട്ടുണ്ടോ? മിസ്സേ ബട്ടൺ നമ്മൾ നേരത്തെ ചെയ്ത ഫ്രെയിം അടക്കമാണ് 5 എന്ന് പറഞ്ഞേ. നേരത്തെ ചെയ്ത അടക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ് ബട്ടണാ വരാറല്ലേ? ക്ലിയർ ആണോ എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? പ്രസ് ബട്ടൺ, കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിൽ പ്രസ് ചെയ്യുന്ന ടൈപ്പ് ബട്ടൺ, പ്രസ് ബട്ടൺ കേട്ടോ. ഇതാണ് പ്രസ് ബട്ടൺ. ഓക്കെ, എത്രയായില്ലേ? ഇഷ്ടമുള്ളത് ചെയ്യാം. ഇഷ്ടമുള്ളത് 5 ചെയ്യണമെന്നുള്ളൂ. അതിൽ ഇൻക്ലൂഡിങ് ബട്ടണിങ് ഫ്രെയിം, ഇൻക്ലൂഡിങ് ഇഷ്ടമുള്ളത് 5 ഫ്രെയിംസ് ചെയ്യണം. അപ്പൊ ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയുള്ളതൊക്കെ വേണം എന്നുള്ളത്. ബക്കിൾ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. പഴയ ബാഗുകളൊക്കെ ഒന്ന് നോക്കിയിട്ടാൽ മതി. പിന്നെ ഷൂലേസ് അവൈലബിൾ ആയിരിക്കും. ഫ്രെയിം മേ ബി അവൈലബിൾ ആയിരിക്കും അല്ലെ? നോക്ക്, സിപ്പും അവൈലബിൾ ആയിരിക്കും. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ സിപ്പുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. തയ്യലിന്റെയൊക്കെ മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്ന കടകളുണ്ടാവില്ലേ? എന്താ പറയാ, ബീഡ്സ് ഒക്കെ വെച്ചിട്ട് വർക്കൊക്കെ ചെയ്യുന്ന ടൈപ്പ് കടകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും കേട്ടോ. അടുത്തുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഫ്രെയിംസ് വരുന്നത്. ബാക്കിയുള്ള ഫ്രെയിംസ് നിങ്ങൾ ചെയ്യാം. ഈ ഷൂ ലൈസ് കാർഡ്ബോർഡിൽ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ലേ? ഇല്ല, കാർഡ്ബോർഡ് വെച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാർഡ്ബോർഡ് ചെയ്യണേക്ക് നല്ലതല്ലേ? ആ ഷൂ കാർഡ്ബോർഡ് ചെയ്യുന്നേക്കില്ല നല്ലത്. അതെ, കട്ടി ഉണ്ടാവും, പെട്ടെന്ന് ചീത്തയാക്കില്ല. ആ ചിന്തയാവില്ല. 2 ചെയ്യാൻ 5 പറയണം, മിനിമം 5 പറയണം. ഇപ്പൊ ഞാൻ ഡേറ്റ് ഒന്നും കരുതില്ല, കാരണം ഇനിയുള്ളത് നിങ്ങൾ ഒരു ഷൂലേസും കൂടി നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഷൂലേസ് ഫ്രെയിം ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാലോ എല്ലാവർക്കും. 3 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബൈഡേക്ക് ആവുമ്പോഴേക്കും സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഡിഡക്ഷൻ തരായിരിക്കും. ഓക്കെ, അപ്പൊ ഷൂലേസിന്റെ ഫ്രെയിം ലേസ് ഫ്രെയിം ലേസ് ഫ്രെയിം അത് നെക്സ്റ്റ് വീക്ക് പ്രസന്റ് ചെയ്യണം. ബാക്കി എല്ലാ ഫ്രെയിം ചെയ്താൽ മതി. ബൈഡേക്ക് ആവുമ്പോഴേക്കും സെറ്റ് ചെയ്താൽ മതി. ചെയ്യണോണ്ട് നിങ്ങള് മാം എനിക്ക് ക്ലിയർ ആവുന്നില്ല. മാമിന്റെ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഇപ്പൊ എന്താ പറയുക? ക്ലിയർ ആവുന്നില്ല. നമ്മള് റേഞ്ച് കിട്ടാതെ വരുമ്പോൾ ഒരു ഇതില്ല, അതുപോലെ വരുന്നു. ആണോ? ആ, ഓക്കെ, ബാക്കിയുള്ളവർക്ക് വോയിസ് ക്ലിയർ ആണോ? ഇപ്പൊ കുറച്ച് ബെറ്റർ ആയി. ഓക്കെ, അതിലേ ഷൂലേസ് ഫ്രെയിം നെക്സ്റ്റ് ഫ്രൈഡേക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള 3 ഫ്രെയിമുകൾ ഉണ്ടല്ലോ, നമുക്ക് 5 എണ്ണമുള്ള വേണ്ടത്. അതിൽ ബാക്കി 3 5 ടൈം ആവുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്താൽ മതി. ഓരോന്നും നിങ്ങൾക്ക് ടൈം അനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണമെന്നില്ല. ക്ലിയർ ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും? കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് നമ്മളുടെ പോർഷനിലേക്ക് പോവാം. ഹ്യൂമർ ആണ് അല്ലേ? നെക്സ്റ്റ് ഒരു ഇമോഷൻ ആണ്. ഈ ബട്ടന്റെതും ഈ ഷൂലേസിന്റെയും കൂടാതെയാണോ 5 അതോ ഇത് കൂട്ടിയാണോ ടോട്ടൽ? കൂട്ടിയിട്ടാണോ ടോട്ടൽ? ഓക്കെ, ടോട്ടൽ 5. ബട്ടൺ 1, ഷൂലേസ് 1, ബാക്കി 3 നിങ്ങളുടെ ഇഷ്ടമാണ്.
ഓക്കെ മിസ്. അല്ലെങ്കിൽ ഒരുപാടാവില്ലേ നിങ്ങൾക്ക്? ആ ഫ്രെയിം വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എടാ ഷൂ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മൈൻഡിൽ എന്താണ്, ഒരു ഫ്രെയിമിലുള്ള ഷൂ ആയിരിക്കും കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ കുട്ടികളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ ഷൂ എന്ന് പറയുമ്പോൾ അവർക്ക് ആ കളറും കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പറഞ്ഞ ഷൂവിന്റെ ഒരു ഇമേജ് പോലെ കട്ട് ചെയ്തിട്ട് ആ ഷേപ്പ് നമ്മുടെ ഒരു ഷൂ എടുക്കുക, ഷേപ്പ് എന്താണ് മാർക്ക് ചെയ്യുക, അത് വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൽ സ്പേസ് സെറ്റ് ചെയ്യുക. ഫ്രെയിം ബാക്കി 3 ഫ്രെയിം വേണോ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരെണ്ണം ഫ്രെയിം ഇല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലാന്ന്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമോഷൻ ആണ് ഹ്യൂമർ, അല്ലെ? നന്നായിട്ട് തമാശ പറയണ്ടേ? എല്ലാം സീരിയസ് ആണ്. ആണോ? തമാശ ഒന്നും പറയില്ലാരും? അങ്ങനെയൊന്നുമില്ല മിസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ അത്ര തമാശ മെച്ചൂർഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് തമാശകളൊന്നും പറയാത്ത ചുറ്റിക്കുള്ള കുട്ടികളാണെന്ന് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ആവട്ടെ. ഇത് ഹ്യൂമർ എന്ന് പറയുന്നത് അനിമൽസിൽ നിന്ന് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു ഇമോഷനാണ് ഹ്യൂമർ. എല്ലാവർക്കും ഹ്യൂമർ ഫിലിംസ് ഒക്കെ കാണാൻ ഇഷ്ടമാണോ? കോമഡി ഫിലിംസ് ഒക്കെ പണ്ടത്തേതാണോ ഇപ്പോഴത്തെയാണ് കാണാൻ ഇഷ്ടം? പണ്ടത്തെ അല്ലേ? പണ്ടത്തെ. ഫിലിംസ് ഇപ്പോഴും ഇരുന്ന് കണ്ട് ചിരിക്കാറുണ്ട്. അന്ന് ചിരിച്ചു, എപ്പ കണ്ടാലും ചിരിക്കുന്നൊക്കെ എന്താ പറയാ, ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള തമാശകളായിരുന്നു അന്നത്തെ, അല്ലെ? ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള തമാശകളായിരുന്നു. നമ്മളിപ്പോ പറയുമ്പോ തന്നെ ജഗദീഷ്, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, ഹരിശ്രീ അശോകൻ, മുത്തച്ഛൻ ഹനീഫ, പിന്നെ ഇന്ദ്രൻ സർ, പിന്നെ എന്താ പറയാ കുറേ ഫിലിംസ് ഭയങ്കരമായിട്ട് എന്താ പറയാ എൻജോയ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിരിച്ചിരിച്ച് ഹരിഹർ നഗർ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ പഞ്ചാബി ഹൗസ് എന്റെ ഫേവറേറ്റാ. കറക്റ്റ് കളിക, CID മൂസ, ചിരിച്ചിട്ടില്ല എല്ലാവരും. ഒരുപാട് ഫിലിംസ് നമ്മൾ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് അത്ര സീരിയസ് ആയിട്ടുള്ള ഫിലിം ആണെങ്കിൽ പോലും അത് എന്താണ്, ആരാണ് ചിത്രവട്ടം, പിന്നെ ഏതാണ് ഏതാണ് തെളിച്ചുള്ള മാമല്ലല്ലോ, രാമൻ കിലുക്കം. കിലുക്കാണോ? കിലുക്കം. ആ പിന്നെ ഇത് നിനക്ക് എന്റെ പേര് നിനക്ക് അവർക്ക് എന്നോട് ചോദിക്കുക, അങ്ങനെ ഒരു ഡയലോഗ് വരില്ലേ? താമരച്ചേരി സുരകുമാർ തേമാകുമ്പത്ത്. അത് ഞാൻ പറയാം. മാവിൻ കൊമ്പത്ത്. ഒരുപാട് ഫിലിംസ് നമുക്ക് ചിരി, അതും തമാശ അത്രയും എൻജോയ് ചെയ്ത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഫിലിംസാണ്. ഇതെനിക്കൊരു കോമഡി ഫിലിം എടുത്ത് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഈ ഇടയ്ക്ക് റിലീസ് ചെയ്ത ഏതൊക്കെ ഒരു കോമഡി ഫിലിം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഇടയ്ക്ക് റിലീസ് ചെയ്ത ഒരു ഫിലിം കോമഡി ആയിട്ട് ഏതാണ്? രോമാഞ്ചം. രോമാഞ്ചം. രോമാഞ്ചം കുഴപ്പമില്ല, പക്ഷെ 1 ടൈം അല്ലെങ്കിൽ 2 ടൈം ഉള്ളൂ. ഇപ്പോഴത്തെ സിനിമ കാണാൻ തോന്നാറില്ല സത്യം പറഞ്ഞ. നമുക്ക് എപ്പോഴും റിപ്പീറ്റ് അടിച്ചാല് പുതിയതുപോലെ തന്നെ നിൽക്കും. അത് എന്താ പറയാ അതിന്. പക്ഷെ ഇപ്പോഴത്തേന്ന് പറഞ്ഞ 1, 2 അത് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. ശരിയാണ്. പറഞ്ഞില്ല നാടോടിക്കാറ്റിന്റെ കാര്യം പറഞ്ഞില്ല, അതൊക്കെ തമാശയില്ലേ നാടോടിക്കാറ്റ്. പഴയ സിനിമയിലെ പല സീനും നമുക്ക് ഓർമ്മ ഉണ്ട്, പക്ഷെ ഇപ്പൊ എത്ര കണ്ടാലും മനസ്സിലാവത്തില്ല. അതുപോലെ ആ ഡയലോഗ്സ് നമ്മൾ ലൈഫിൽ ഉപയോഗിക്കും അല്ലേ മാം? ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. മിസ്സേ നമ്മുടെ ദാസനും വിജയനും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കണതല്ലേ മിസ്സേ? എനിക്കില്ലേ എന്താ പറയാ, ശ്രീനിവാസൻ പോയിന്ന് പറഞ്ഞ അന്നത്തെ ദിവസം ഫുള്ളും ഭയങ്കര സാഡായിരുന്നു. കാരണം അത്രയും ഭയങ്കര ഇമോഷണലി ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും എപ്പോഴും പറയുന്ന ഡയലോഗാണ്, എന്താ നേരത്തെ തോന്നാനേ, എല്ലാം ശരിയാവും വിജയ. ഞങ്ങൾ രണ്ടും എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കോപ്പി ചെയ്ത 2 ക്യാരക്ടേഴ്സ് ആണ് ദാസനും വിജയനെ. സോ ഭയങ്കരമായിട്ട് വിഷമായി. മരിച്ചിട്ട് 10 കൊല്ലം ആകുമല്ലേ ഇന്ന് കലാഭവൻ മണി.
അത് പറയാനില്ല. അത് സങ്കടം വെച്ചാൽ അത്രയും സങ്കടമാണ്. എല്ലാം ഇപ്പൊ ഭയങ്കര നമുക്ക് ഫീൽ തോന്നും. നമ്മളുടെ കൽപ്പന മരിച്ചു എന്ന് പറഞ്ഞപ്പോ അതേ ഒരു ഫീലാ തോന്നിയിട്ട്. പക്ഷെ സ്ത്രീകൾ അധികം കോമഡി ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഈ കൽപ്പനയുടെ കോമഡീസ് ഇഷ്ടമാണ്. എന്താണ് കോമഡീസ് എനിക്ക് ഇഷ്ടമാണ്. ഇത് രണ്ടൊരു കോംബോ അല്ലേ, കൽപ്പന KPC കോംബോ വരുമ്പോ അതൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനെയാണോ ജഗതിയും അതേപോലെ തന്നെ ഇന്ദ്രൻസും പെയറായിട്ട് വരുന്നത്, ഇത് രണ്ടുപേരും പെയറായിട്ട് വരുമ്പോ നല്ലൊരു കോമഡി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയിലുണ്ടാവും. അപ്പൊ ഹ്യൂമർ എന്ന് പറയുന്നത് മനുഷ്യരിലെ നല്ലൊരു ഇമോഷൻ അല്ലേ? നല്ല ഇമോഷൻ ആണ്. ആണോ? എന്താണല്ലേ? പിന്നെ സലിംകുമാറിന്റെ പേര് പറഞ്ഞില്ല. സലിംകുമാർ ഞങ്ങളുടെ നാട്ടുകാരനാണ്. അപ്പോ വീട്ടിലേക്ക് അടുത്താണ്. നമുക്ക് ഇവരെയൊക്കെ നമുക്ക് നല്ല ഓർമ്മയിലുണ്ട്. ഇപ്പൊ കോമഡി എന്ന് പറയുമ്പോ അച്ഛൻ വർഗീസ് കുഴപ്പമില്ല അല്ലെ? ബാക്കി ആരെങ്കിലും മനസ്സിലാക്കില്ല. അല്ല, കോമഡിയാണ് ഫീൽ ചെയ്യാൻ. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് ഇതേപോലെ ചിരിച്ചൊരു ഫിലിം ഉണ്ടായിരുന്നു. നമ്മളുടെ തണ്ണീർമത്ത ദിനങ്ങൾ എന്ന് പറയുന്ന ഫിലിം ആയിരുന്നു. അതെനിക്ക് ഇഷ്ടമായി. അതില് വിനീത് ശ്രീനിവാസിന്റെ റോള് വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. സൗബിൻ ചെയ്യും നല്ല ഹ്യൂമർ ക്യാരക്ടർ ഒക്കെ നല്ലയാ. പക്ഷെ ഇപ്പൊ സീരിയസ് റോളുകളാ പോണത്. ഓക്കെ, അപ്പോ പറഞ്ഞത് സോഷ്യൽ ഇമോഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. രാവിലെ നമ്മൾ ടമാർപ്പട എന്ന് പറയുന്ന പരിപാടി കണ്ടിട്ടുണ്ടോ? മഴവിൽ മനോരമയിലാണ് തോന്നുന്നത്. ഭയങ്കര രസമാണ്. പിള്ളേരെ വന്നിട്ട് നമ്മൾ ചിരിപ്പിക്കും. പറയുന്നത് ചിലർക്ക് നമുക്ക് ചിരിക്കാൻ നന്നായിട്ട് തോന്നും, ചിലർക്ക് അത്ര എഫക്റ്റ് ആവില്ല. ചിലർക്ക് ഭയങ്കര ചെറിയ കമ്പിളികൾ വന്നിട്ട് എപ്പോഴും ടമാർപ്പടയില് അവതരിപ്പിക്കാറുണ്ട്. അവരുടെ കോമ്പറ്റീഷൻ കാണാൻ നല്ല പരിപാടിയാണ്. അപ്പോ ഈ ഒരു ഇമോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹ്യൂമൻ ലൈഫില്. ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുമെന്ന് പറയാറുണ്ടോ? കിടക്കൊക്കെ ചിരിക്കുക. നമ്മുടെ കോൺഫ്ലിക്റ്റും ടെൻഷനും കുറച്ച് പറയും. അപ്പോ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ കുറച്ചു നേരം ഒരു കോമഡി യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ. പഴയ ഏതെങ്കിലും ഒരു കോമഡി ഇട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ആ ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറ്റും. ദിസ് സെപ്പറേറ്റ് ഹ്യൂമൻ ബീങ്സ് ഫ്രം അനിമൽസ്. ഹ്യൂമർ ആണ് അനിമൽസിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. There are social emotions which greatly influence our routine daily life, daily work. നമ്മുടെ routine daily ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമോഷൻ ആണ് ഇത് ഹ്യൂമർ എന്ന് പറയുന്നത്. ഹ്യൂമർ ആൻഡ് പവർ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് കോൺഫ്ലിക്റ്റ് ആൻഡ് ടെൻഷൻ. തമാശയും ചിരി നമ്മളിൽ കോൺഫ്ലിക്റ്റും ടെൻഷനും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. They leads to tolerance, relaxation, joy. നമുക്കൊരു ക്ഷമ, റിലാക്സ് ചെയ്യാൻ പറ്റും. കുറച്ചു നേരം ജോയ്ഫുൾ, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. They give a chance for self-criticism and improvement in one's behavior. നമ്മുടെ ബിഹേവിയറിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് ഈ ഒരു തമാശ നമ്മളോട് ഒരാൾ സീരിയസ് ആയിട്ട് വഴക്ക് പറയുന്നതിലും അത് തമാശയായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് അത് ചേഞ്ച് ചെയ്തേക്കാം എന്ന് തോന്നും അല്ലെ? അപ്പൊ നമ്മള് വഴക്ക് പറയണം എന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? തമാശ രീതിയിൽ ആ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു ചിരിയോട് കൂടി അല്ലെങ്കിൽ തമാശ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ ഒരു ആർട്ട് ഫോം ഇല്ലേ, തമാശ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം? ഓട്ടംതുള്ളലാണോ? നല്ല രസമല്ലേ? കണ്ടൊക്കെ ഞാൻ പോയിരുന്നു, കണ്ടിരുന്നു. നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ചില നല്ല രസമാണ്, നമുക്ക് ചെന്നിരുന്ന് ചിരിക്കാനൊക്കെ പറ്റും. ഇനി ഹ്യൂമർ അപ്പോ ടെസ്റ്റ് ക്ലാസ്സിലൊക്കെ പറ്റുകയാണെങ്കിൽ
ഹ്യൂമർ ഒരാൾക്ക് തമാശ രീതിയിലേക്ക് തമാശകളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഇനി നമ്മള് നോക്കുന്ന ഇമോഷൻ ആണ് എന്ത്? ഫിയർ. എല്ലാവർക്കും ഇല്ലേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയേഴ്സ്? നമ്മൾ ഫിയറിനെ ഡിസ്കസ് ചെയ്താണ് നല്ല രീതിയിൽ. അപ്പൊ ഫിയർ എല്ലാവരിലും ഉണ്ട്. നമ്മള് കുട്ടികൾ കോമൺ ആയിട്ട് ഫിയർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പാരന്റ്സ് ആണ്. പാരന്റ്സ് അവർക്ക് ഹാർംഫുൾ അല്ലാത്തൊരു കാര്യമാണ് ഫിയർ, പക്ഷേ നമ്മൾ ഇൻജക്ട് ചെയ്യാണ് കുട്ടികളിലേക്ക്. പുറത്ത് പോകുന്നത് രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, പക്ഷെ രാത്രി പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി കേൾക്കില്ല. അപ്പൊ നമ്മൾ എന്താ പറയുക, രാത്രി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊക്കാച്ച് വരും, പിടിച്ചുകൊണ്ട് പോകും. പിന്നെ കുട്ടികൾക്ക് എന്താണ് രാത്രി പുറത്തിറങ്ങാൻ പേടിയായിരിക്കും, ഇരുട്ടിനോട് ഭയമായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഹൈറ്റിനോട് ഭയമാണ്. എന്റെ അമ്മ പറയുന്നത് മുകളിൽ കയറി കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും, ഇടിഞ്ഞ് ഒഴിഞ്ഞ് വീഴും, നീ മുകളിലൊന്നും കയറരുതിട്ടാ. അപ്പൊ എന്താണ് ചെറുപ്പം മുതൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പ് കയറാന്നുള്ളത് എന്റെ ഉള്ളിൽ ഭയമായി. കാരണം ചെറുപ്പത്തിൽ ഇതേപോലെ ഞാൻ ചെറലിന്റെ മേലെ എടുത്ത് ചാടിയിട്ടുണ്ട്, എന്നിട്ട് താഴെയൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭയം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അമ്മ ഈ ഒരു അമ്മയുടെ ഉള്ളില് മുകളിലൊന്നും പോകരുത്, ഇങ്ങനെ ആക്സിഡന്റ് ഒന്നും പറ്റിയിരുന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ എന്താണ് അമ്മ ആ ഒരു ഭയം എന്നിലേക്ക് ഇൻജെക്ട് ചെയ്യാണ് ചെയ്തത്. പാരന്റ്സും ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഹാർംഫുൾ ഒന്നല്ല, ജസ്റ്റ് സെൽഫ് പ്രൊട്ടക്ഷൻ അങ്ങനെ അതൊക്കെയാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫിയർ നമ്മള് പാരന്റ്സ് നമ്മളിലേക്ക് പറയുന്നത്. പരിധിവരെ ഈ ഫിയർ കുഴപ്പമില്ല. അത് പത്തിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോബിയ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഫോബിയ ആയിട്ട് മാറും. അത് ഹാർംഫുൾ ആണ്. ഓക്കെ, ഹാർംഫുൾ ആണ്. പിന്നെ നമുക്ക് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഈ ഫിയർ പതിയെ പോകും അല്ലെ. പണ്ട് നമ്മള് ഇത് വിതരണ സമയത്ത് എന്താണ് അർജുനനും കർണനും കൂടി ആകാശത്ത് യുദ്ധം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അർജുനനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു അതില്? അല്ല, ഭയങ്കരമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ, അപ്പൊ അർജുനൻ ഫൽഗുണം പാർട്ടി വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാല് എന്താണ് ഇടിമിന്നലൊന്നും ഏൽക്കൂല എന്ന് വിശ്വസിച്ചിരുന്നത്. പിന്നെ മനസ്സിലായി, 7ാം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ക്ലൗഡ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ഈ ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ഫോം ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് എനർജി എത്തുന്ന ലൈറ്റ് സൗണ്ട്, ആദ്യം ലൈറ്റ് വരുന്നു പിന്നെയാണ് സൗണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നപ്പോ കാര്യം മനസ്സിലായി. സോ അതൊരു അവോയ്ഡബിൾ ഫിയർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അത് ഞാൻ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. സോ ഈ ഫിയർ അൺറീസണബിൾ ആയിട്ടൊക്കെ വരുന്നതുണ്ട്. കുറെ ഫിയറുകളുണ്ട്. ജീവികളോടുള്ള പേടി, ഇരുട്ടിനോടുള്ള പേടി, ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കാനുള്ള പേടി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയേഴ്സ് ഉണ്ട്. സോ നമ്മൾ നോക്കാം എന്താണ് ഫിയർ. എ പേഴ്സൺ ഇൻ ഫിയർ ട്രൈസ് ടു ടേൺ ഹിസ് ബാക്ക് ഫ്രം ദ ഒബ്ജക്ട് ഓഫ് ഫിയർ. സാധാരണ നമുക്ക് എന്തിനോടാണോ ഭയം അതിൽ നിന്ന് നമ്മൾ മാറാനായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തിരിഞ്ഞു നിൽക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫ്റ്റൻ പ്രൊട്ടക്ട് എ പേഴ്സൺ ഫ്രം ഡിസാസ്റ്റർ ആൻഡ് ഹാം. ചില സമയത്ത് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഡിസാസ്റ്ററും ഹാമും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആപത്തൊന്നും വരാതിരിക്കാൻ ഒരു പരിധിവരെയും നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിയർ വിച്ച് ആർ നോട്ട് റിയലിസ്റ്റിക്. ശരിക്കും പറഞ്ഞാൽ ഫിയർ നോട്ട് റിയലിസ്റ്റിക് ആണ്. മേ ബി ഓവർകം ബൈ അവയർനെസ് ഓഫ് അൺറിയാലിറ്റി. നമുക്ക് എപ്പോഴാണ് ഫിയർ സംഭവിക്കുന്നത്? നമുക്ക് റിയാലിറ്റിനെ കുറിച്ചിട്ട് അറിയാത്തതുകൊണ്ടാണ് ഈ ഫിയർ കൂടുതൽ വരുന്നത്. A child who develops fear, a child who has developed certain fear. കുട്ടികളുടെ മനസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയേഴ്സ് ആ ഒരു ചെറിയ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ടൈമിൽ ഡെവലപ്പ് ചെയ്യും. ബിക്കോസ് ചിലപ്പോൾ അവർക്ക് അഫെക്ഷൻ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ, അവർക്ക് ലവ് കെയർ കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് അവർക്ക് ഈ ഒരു ഫിയർ വരുന്നത്. Fear because we suffer from lack of affection, because affection or acceptance ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് കുട്ടികളിൽ ഈ ഒരു ഫിയർ ഡെവലപ്പ് ചെയ്യുന്നത്. So educational programs and other activities hence should try to provide concrete facilities and experience so that children and others may be saved avoidable fear. അപ്പോൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മള് എന്ത് ചെയ്യാണ്, ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയേഴ്സ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയർ ഞാൻ അവോയ്ഡ് ചെയ്തൊരു ഫിയർ ആണ് ഇത് ഇടിമിന്നലിനോടുള്ള ഭയം കേട്ടോ. ഇടിമിന്നലിനോട് ഭയങ്കര ഭയമായിരുന്നു. ഭയങ്കര ഇടിമിന്നലൊക്കെ വരുമ്പോൾ ചെവിയൊക്കെ പൊത്തി ഉണ്ടോ, ചെവിയൊക്കെ പൊത്തിയിരിക്കുമായിരുന്നു കുറച്ച് നാളൊക്കെ വരെയൊക്കെ. ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ കുട്ടികൾ നമ്മളെക്കാൾ പേടിയാണ്. അപ്പൊ അവര് നമ്മളുടെ അടുത്ത് വന്ന്
പേടിക്കുമ്പോ അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന സമയത്ത് നമ്മള് പേടിക്കാൻ പാടില്ല. നമ്മളിപ്പോ അത്യാവശ്യം നല്ല ധൈര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനോട് വരായിരുന്നു എനിക്ക് രാത്രി പുറത്തൊക്കെ പോകാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഓക്കെയാണ്. നമ്മൾ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയറുകൾ നമ്മള് അവോയ്ഡ് ചെയ്യാൻ തന്നെ നല്ലത്. ഓക്കെ, നമ്മളിലുണ്ടാവും, നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും ഓരോ ഫിയേഴ്സ്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ. എത്ര കാലം കഴിഞ്ഞാലും ഫിയർ മാറത്തില്ല മാം. എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും പുറത്ത് ഇരുട്ടത്ത് പോകാൻ പേടിയാ. കൂടെ ഞാൻ ചെന്നില്ലെങ്കിൽ പോകത്തില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു എന്റെ അമ്മ. എനിക്ക് ഇരുട്ടോട് പേടിയാണല്ലോ. സോ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി പുറത്തൊന്നും പോകാനായിട്ട് ഇഷ്ടമല്ല, പേടിയാണെന്ന് പറഞ്ഞു. ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത്. സോ എന്ത് ചെയ്യും മാഷ്, രാത്രി മാത്രമേ പുറത്തു കൊണ്ടുപോകുള്ളൂ. സോ ഇതിന്റെ ഒരു പ്രാവശ്യം ഞാൻ നടക്കാൻ പോവാണ് രാത്രി. ഞാൻ ചുറ്റിയൊക്കെ നോക്കിയാണ്, ഇങ്ങനെ പേടിച്ചിട്ടാണ് എല്ലാ പരിസരം ഞാൻ പരിസരമൊക്കെ നോക്കിയാണ്. അപ്പൊ മാഷ് ഒരു സ്ഥലത്ത് എത്തി കഴിഞ്ഞപ്പോ ഒരു വാഴത്തോട്ടം ഉണ്ട് കാണിക്കണേ. എന്നിട്ട് വാഴത്തോട്ടമാണ് ഫ്രണ്ടില്. എന്നിട്ട് പറയാണ് ഇവിടെ വാഴക്കാട്ടിൽ ആരോ നിൽക്കുന്നുണ്ടല്ലോ, ആരോ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു പേടിപ്പിച്ചു. ഞാൻ വിട്ട് ഞാൻ വീട്ടിലകത്ത് കയറി. പിറ്റേ ദിവസം ഞാൻ പോയി നോക്കി അവിടെ ആരാണെന്ന്. അപ്പോഴാ മനസ്സിലായത് ആ വാഴ ഒക്കെ ആളായിട്ട് അനങ്ങുന്ന പോലെ തോന്നും. ഈ കാലത്ത് ആ വാഴ ഇങ്ങനെ അനങ്ങായിട്ട് തോന്നും. സോ ഇതേപോലെ എന്നെ പേടിപ്പിച്ച് തന്നെ ആ ഫിയറൊക്കെ പതുക്കെ എന്നിൽ നിന്ന് പോയി. കാരണം അങ്ങനെ ഒരാളാ കഥ പറയും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പേടിപ്പിക്കുന്ന രീതിയിൽ കഥയൊക്കെ പറയും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന സാധാരണ അല്ല, ഭയങ്കരമായിട്ട് എന്താ പറയാ ടെററായിട്ടുള്ള രീതിയിൽ ഹൊററായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞിട്ട് പേടിക്കും. എന്നെ പേടിപ്പിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്ര മെച്ചോടാണല്ലോ, കുറച്ചൊന്നുമില്ല. എനിക്കധികം കേൾക്കാനാവാറില്ല. പക്ഷെ മോള് ഇതേപോലെ രണ്ടു പ്രാവശ്യം സ്ഥിരം കഥ പറച്ചിലാണ്. അച്ഛനും മോള് കൂടി രാത്രി പ്രേതത്തിന്റെ കഥയാണ് പറയണത്. അച്ഛ പറ പ്രേതത്തിന്റെ കഥ പറയാന്ന് പറഞ്ഞിരിക്കും. എന്നിട്ട് ഈ കഥ പറയും. കഥ പറഞ്ഞു കൊടുത്ത് അന്നത്തെ ദിവസം രാത്രിയോട് കരഞ്ഞെഴുന്നേക്കും. പേടിച്ച് ഞെട്ടിക്കരയുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, രാത്രി ഉറക്കത്തിൽ ഞെട്ടിക്കരയുന്നൊക്കെ. ഇങ്ങനെ ഞെട്ടിക്കരഞ്ഞെഴുന്നേക്കാൻ തുടങ്ങി. സോ എന്ത് ചെയ്തു, ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മാഷ് കഥ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവള് ഇങ്ങനെ കരയണത്. മാഷ് എന്ത് ചെയ്യാ, കഥ പറയണം അങ്ങോട്ട് നിർത്താം. മാഷ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ കഥ പറഞ്ഞു കൊടുത്തോണ്ട് അവള് കരയാൻ പോവല്ലേ. ഞാൻ പറഞ്ഞു മാഷിന് കഥ പറയാതിരിക്കും, നോക്ക് ഇത് കരയുന്നുണ്ടോന്ന്. അപ്പൊ കരയണില്ല. സോ അവളുടെ ഉള്ളിലേക്ക് ആ ഒരു ഫിയർ നമ്മൾ എന്തിനാ വെറുതെ ഇട്ട് കൊടുക്കുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ആൾക്ക് മനസ്സിലായി. സോ അതങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഫിലിം ഉണ്ടല്ലോ മാം, നവ്യ നായരുടെ രാത്രിയിൽ ഇങ്ങനെ പേടിക്കുന്നത്, പാതിരാത്രിന്നോ ആദിരാത്രിന്നോ അങ്ങനെ എന്തോ സിനിമയുടെ പേര്. അങ്ങനെ എന്തോ ഒരു ഫിലിം ഉണ്ട്, രാത്രി ഭയങ്കര പേടിയായിട്ട് ഓടുന്നൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ ഒരു സീരീസ് കണ്ടോണ്ടിരിക്കുക ഞാൻ. ഹോട്ട്സ്റ്റാറിൽ പോന്നിട്ടുണ്ട്. ബുക്ക് വായിക്കാൻ പേടിക്കുക. പക്ഷെ അങ്ങനെ ഒരു സീരീസ് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അടുത്തൊരു വീടുണ്ടായിരുന്നു, ആരും താമസമില്ലാത്തൊരു വീട്. അവിടെ ഞങ്ങൾ ആ വഴിക്കാണ് പോകുന്നത്. ആ വീട് വലിയൊരു പറമ്പിൽ ഒറ്റ വീടാണ്, മതിക്കെട്ടൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ 4ൽ പഠിക്കുന്ന ഏട്ടന്മാർ. അപ്പൊ ഞങ്ങളുടെ 1ലും 2ലും പഠിക്കുമ്പോൾ 4ൽ പഠിക്കുന്ന ഏട്ടന്മാരുടെ കൂടെ പോകണം. ആ സമയത്ത് ആ വീടിന്റെ ആ മതിലിന്റെ അറ്റത്തെത്തുമ്പോ ഇവര് ഓടിയേക്കും. അവിടെ സ്റ്റെല്ല വല്യമ്മ, അതാണ് ഇവിടുത്തെ പ്രേതത്തിന്റെ പേര്. സ്റ്റെല്ല വല്യമ്മയുടെ വീടാണത്. സ്റ്റെല്ല വല്യമ്മ കുട്ടിയുടെ കൈ കിട്ടിയാൽ കൊണ്ടുപോയി തലയൊക്കെ വെട്ടിയെടുത്ത് വെള്ളത്തിന്റെ അകത്തിട്ട് വേവിച്ച് തിന്നും. ഇതാണ് ആ മതിൽ കെട്ടിട്ട് അവിടെ എത്തുമ്പോ ഇവർ ഓടും. ഞങ്ങൾ കാറിക്കൊണ്ട് കൂടി ഓടും. അങ്ങനെ എത്ര പ്രാവശ്യം 4ാം ക്ലാസ് വരെ ഓടുമായിരുന്നു. നമ്മളില് അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയറുകൾ ഒരുപാട് കഥകളുണ്ടല്ലേ നമ്മളുടെയൊക്കെ. ഞങ്ങളുടെയൊക്കെ ഏരിയയില് എന്താ പറയാ, ഒരു പ്രാവശ്യം ഇതേപോലെ എന്താണ് ബ്ലാക്ക് മാൻ ഇറങ്ങി. നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ആണോ? അത് ഈ രാത്രികാലങ്ങളില് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആൾക്കാരൊന്നും റോഡിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഥ പഠിച്ചു വിട്ടത്. കാരണം നമ്മൾ പേടിപ്പിക്കാനും ആൾക്കാരൊക്കെ ഉണ്ട്. അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയർ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്തൊരു ഇമോഷനാണ് ആങ്കർ. നമ്മുടെ കൂട്ടത്തിൽ ആരാ ദേഷ്യക്കാരി ഏറ്റവും കൂടുതൽ? ധൈര്യത്തോട് പറയാം, ഞാനാണ് ദേഷ്യക്കാരി എന്നുള്ളത്. ദൈവമേ, ഒരാളെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാവരും ഉണ്ടാ?
ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരില്ല, ദേഷ്യം വന്നാൽ അതുപോലെ ദേഷ്യം വരും. ഓക്കെ, നമ്മൾ കുഞ്ഞു കുട്ടികളെ ഡീൽ ചെയ്യുന്നത് അല്ലെ, കുഞ്ഞു കുട്ടികളെ. സോ ഇവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യല്ല വേണ്ടത്, പേഷ്യൻസ് ആണ് വേണ്ടത്. എന്താണ് വേണ്ടത്? പേഷ്യൻസ്, ക്ഷമയാണ് വേണ്ടത്. സോ നമ്മുടെ കുട്ടികൾ നല്ല കുറുമ്പെടുക്കും അല്ലെ. വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാം, ഒരു 4-5 വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഭയങ്കര കുറുമ്പായിരിക്കും. നമുക്ക് എപ്പോ ദേഷ്യം വന്നെന്ന് ചോദിച്ചാൽ മതി. ആ ദേഷ്യം നമ്മൾ ഒരിക്കലും അവരോട് പ്രകടിപ്പിക്കാൻ പാടില്ല. കാരണം അവർ ഇമോഷണലി ചിലപ്പോൾ അൺസ്റ്റേബിൾ ആയിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് ചൂടാകുമ്പോൾ അവർ ഭയങ്കര അറിയാം നമ്മൾ നന്നൊക്കെ പോകും. ഈ കുട്ടികളുടെ ഗോൾഡൻ ഇയേഴ്സ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് 7 years ആണ്. ക്ലിയർ ആവുന്നില്ല മാം. അവരെ കെയർ ചെയ്യാം. ക്ലിയർ ആവണില്ലേ? കൂടി നോക്കട്ടെ പിള്ളേരെ. ഞാൻ മാത്രം എടുക്കുമ്പോഴാണ് വോയിസിന് പ്രശ്നം വരുന്നത്? അല്ല, ക്ലാസിന്റെ ആണോ? ഞാൻ പറയാം, ടെക്നിക്കൽ ടീമിനോടൊന്ന് ഇൻഫോം ചെയ്യാം ഇവിടെ വോയിസ് ക്ലിയർ അല്ല എന്നുള്ളത്. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആണ് മാം. ഞാൻ നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ഞാൻ എന്തായാലും ഇൻഫോം ചെയ്തേക്കാം. സോ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ആവശ്യമില്ലാതെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല റിലേഷൻഷിപ്പും അതിനെ അഫക്ട് ചെയ്യും. അല്ലെ ദേഷ്യത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള സമയത്തും ഭയങ്കര ദേഷ്യമുള്ള സമയത്തും നമ്മളോട് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഭൂരിഭാഗം തെറ്റായിരിക്കും. കാരണം നമ്മളപ്പോ അൺസ്റ്റേബിൾ അല്ല, നമ്മുടെ ഇമോഷൻസ് അൺസ്റ്റേബിൾ അല്ല. സോ നമ്മളൊരു കാരണവശാലും ഒരുപാട് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തും ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യത്തോടിരിക്കുന്ന സമയത്തും ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ചിലര് ആങ്കർ എന്ന് പറയുന്നത് ചിലപ്പോൾ വിഷമത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ആങ്കർ പ്രകടിപ്പിക്കും. കുട്ടിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ആങ്കർ ആയിട്ടായിരിക്കും ചില കുട്ടികൾ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, ചിലപ്പോ എപ്പോഴൊക്കെയാണ് കുട്ടികൾ ദേഷ്യം പ്രകടിപ്പിക്കുക? അവരുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ എക്സാം ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ, വീടുകളിൽ ഇപ്പൊ യുദ്ധമാണ്, പഠിക്കും പറഞ്ഞുകൊണ്ട് അമ്മമാര് ഇല്ലേ, ഭയങ്കര മര്യാദക്ക് പഠിച്ചോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്, മെയിൻ എക്സാം ആണ്, മര്യാദക്ക് പഠിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തല്ലെടുത്തായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺസ് ഒക്കെ വരുമ്പോ പിന്നെന്താണ്, അവരുടെ ഹാബിറ്റിനെ ഇന്റർഫിയർ ചെയ്യുമ്പോ, ഇനിയിപ്പോ സപ്പോസ് നമ്മുടെ വീട്ടില് ഫേവറേറ്റിസം കാണിക്കാന്ന് വിചാരിക്കും. അമ്മയ്ക്ക് മൂത്ത ആളോടാണ് ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല. ഇളയ ആൾക്കാരും അവർ പറയില്ല, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത കുട്ടികൾ പറയും അമ്മയ്ക്ക് എന്താണ് ഇളയ ആളിനെ ഇഷ്ടം, അവനെയാണ് ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല, എന്താണ് എന്നോട് അങ്ങനെ കാണിക്കുന്നത്. അപ്പോഴൊക്കെ അവർക്ക് ദേഷ്യം വരും. എങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫേവറേറ്റിസം കാണിക്കുകയാണെങ്കിലും എന്താണ് ഒരു ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സെൽഫ് റെസ്പെക്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ, ഫിസിക്കൽ ഇൽനെസ്സിനെ അഫക്ട് ചെയ്യുമ്പോൾ, പിന്നെ വിശക്കുമ്പോ ആർക്കൊക്കെ ദേഷ്യം തന്നെ എനിക്കുണ്ട് കേട്ടോ. വിശന്നായിട്ട് ദേഷ്യം വരും. ഞാനതെ വിശന്നാ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. വിശന്ന ദേഷ്യം വരും. സോ എന്താ പറയാ, നമുക്ക് ഇവിടെ മോണ്ടിസോറിയിൽ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. 12:30 to 1:30 PM എന്നുള്ളൊരു ബാച്ച് ഉണ്ടായിരുന്നു പണ്ടെട്ടാ. അപ്പൊ ആ ഒരു ബാച്ചില് നമുക്ക് കയറുമ്പോ പ്രശ്നമൊന്നുമില്ല. സാധാരണ എല്ലാ ബാച്ച് പോലെ തന്നെയായിരുന്നു ആദ്യം ആ ഒരു ബാച്ച്. പക്ഷെ എനിക്ക് ആദ്യം മുതലേ ആ ഒരു ബാച്ചിലോട്ട് കയറുമ്പോൾ ഒരു വിഷമം. സോ വിഷമം ദേഷ്യമോ ഞാൻ ആ ഒരു ബാക്കി എല്ലാ കുട്ടികളോടും ഒരു പ്രശ്നമില്ല, ഈ ഒരു ബാച്ചിനോടും ഒരു പ്രശ്നം, ഈ ടൈമാണ് പ്രശ്നം. ആ സമയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണല്ലോ, ടീച്ചേഴ്സിന്റെ ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ് 12:30 to 1:30 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ എനിക്ക് ദേഷ്യം വരുന്നത് എന്റെ വിശപ്പാണ്. കാരണം ഒന്നും അറിയാതെ എന്റെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് അത് അഫക്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ എന്റെ വിശപ്പ് ഞാൻ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ എനിക്ക് പറഞ്ഞാല് 12:30 ക്ലാസ് കഴിഞ്ഞ് അപ്പൊ തന്നെയാണ് നെക്സ്റ്റ് 12:30 ക്ലാസ് വരുന്നത്. അങ്ങനെ ഒരു ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ 12:25 ആ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുത്ത് ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിൽ കയറും. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ കയറേണ്ടതാണെങ്കിൽ നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ സാലഡ്സ് എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവരും, വീട്ടിൽ നിന്ന് കൊണ്ടുവരും, അത് കഴിക്കും.
അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് കഴിക്കും. എന്ന് വെച്ചാല് അവരത് അഫക്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ കുട്ടികൾ ഒരിക്കലും നമ്മളുടെ ദേഷ്യമോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഫീൽ ചെയ്യാനായിട്ട് പാടില്ല. സോ നമ്മളുടെ വിശപ്പാണ് അതിന്റെ കാരണം. നമുക്ക് ആ ദേഷ്യം വരാൻ ആ സമയത്ത് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? വിശപ്പാണ്. സോ അങ്ങനെ ദേഷ്യം വരാൻ പാടില്ലല്ലോ നമുക്ക് ടീച്ചേഴ്സ് അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശപ്പിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വിശപ്പിന് ഫുഡ് കഴിക്കണം അല്ലെ. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. പേഷ്യൻസോട് കൂടി നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആയിരിക്കും. നമ്മുടെ ഫാമിലിയിലും ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആയിരിക്കും. ദേഷ്യമൊക്കെ വരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു ദേഷ്യത്തോടു കൂടി ആ ക്ലാസ്സിലേക്ക് കയറാണെങ്കിൽ നമ്മുടെ കുട്ടികളോടായിരിക്കും നമ്മളതൊക്കെ പ്രകടിപ്പിക്കാം അല്ലെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോ എന്ത് ദേഷ്യം വിഷമോ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പുറത്ത് വെച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് കയറുന്നത്. അതൊന്നും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് ക്ലാസ്സുകൾ പോകാനായിട്ട്. കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കണം. നല്ല പേഷ്യൻസോട് കൂടി നല്ല ക്ഷമയോടുകൂടി തന്നെ വേണം ക്ലാസ്സുകൾ എടുക്കാനായിട്ട്. ദേഷ്യം വരാൻ പല കാരണങ്ങളുണ്ട് അല്ലെ. എന്ത് ചെറിയ കുഞ്ഞു കുട്ടി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ തന്നെ ഒരുപാട് കാരണങ്ങളാണ് ദേഷ്യം വരാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി കുട്ടികളില് ഈ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അത് അവരിൽ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോ ആങ്കർ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആങ്കർ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദേഷ്യക്കാരനായിട്ടില്ലല്ലോ കുട്ടികൾ. നമുക്ക് ദേഷ്യം പല സിറ്റുവേഷനിൽ വരാം. അപ്പൊ ദേഷ്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ തന്നെ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിധി വരെയുള്ള ദേഷ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ മാം, നെക്സ്റ്റ് ക്ലാസ് വെനസ്ഡേ ആണോ വരുന്നത്? ഫ്രൈഡേ വേണ്ട ക്ലാസ്. മാം ഇങ്ങനെ സബ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോ ഇടയ്ക്ക് വെനസ്ഡേ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വെനസ്ഡേ മാം വരുന്നുണ്ടെന്ന്. വെനസ്ഡേ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, പശുവിന്റെ മിസ് ലീവാണ്. അതുകൊണ്ടാണ് ക്ലാസ് ലീവാണ്. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ് കൂടുതലും. അപ്പോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിനും ക്ലാസ്സിൽ പ്രസന്റ് ആയ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. ബൈ മാം. Thank you. താങ്ക് യു മാം.